ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. എന്നെ സ്നേഹിക്കുന്ന കുവൈറ്റിലെ എൻ്റെ പ്രിയ മുസ്ലിം സഹോദരങ്ങൾക്ക് അസ്സലാമു അലൈക്കും. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾക്ക് എൻ്റെ വിനയപൂർവ്വമുള്ള നമസ്കാരം. എയർപോർട്ടിൽ വെച്ച് എനിക്ക് നൽകിയ സ്വീകരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സ്വീകരണമായാണ് ഞാൻ കണ്ടത്. ഞാൻ 31 വർഷം മുമ്പ് 50 KD ശമ്പളത്തിന് വന്ന ഒരു സാധാരണ പ്രവാസി, ഒരു ലേബർ ആണ്. അവിടെ നിന്ന് 10 മാസത്തിന് ശേഷം ഒരു മെഡിക്കൽ സെന്റർ 30 വർഷം സൗദി അറേബ്യയിൽ ആരംഭിച്ച് 100 സൗദി റിയാൽ ഉണ്ടായിരുന്ന സമയത്ത് വെറും 15 സൗദി റിയാൽ കൺസ്ട്രക്ഷൻ ഫീസുമായി ഞാൻ ഒരു മെഡിക്കൽ സെന്റർ ആരംഭിച്ച് 3000-ൽ പരം രോഗികൾക്ക് ദിവസേന ചികിത്സ നൽകുന്ന ആതുരാലയം ആരംഭിച്ചു. അങ്ങനെ സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഇപ്പോൾ ഒമാനിൽ 100 മില്യൺ ഒമാനിൽ 5 ഹോസ്പിറ്റലും 7 മെഡിക്കൽ സെന്ററും ആരംഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം പ്രൊജക്ട് ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ ഹോസ്പിറ്റലാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾക്കായി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഞാൻ ഒരു അമ്മമാർക്കും കുട്ടികൾക്കും 10-15 വർഷമായി കുട്ടികളില്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു റൂമിൽ കരയുന്ന ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടി IVF ഹോസ്പിറ്റലും, അത് അമേരിക്കയിലെ ഞാൻ പോയി കണ്ട ഒരു ഹോസ്പിറ്റലാണ്. അത് ഇവിടെ തുറന്നു. പക്ഷേ എൻ്റെ കുവൈറ്റിലെ GCC മുഴുവൻ പ്രവാസികൾക്കും ലക്ഷക്കണക്കിന് മെഡിക്കൽ കെയർ കാർഡ് നൽകി 40% ഡിസ്കൗണ്ട് അവിടെ ഞാൻ നൽകും. അത് എൻ്റെ പ്രവാസി സഹോദരങ്ങൾക്കായി ഞാൻ നൽകുന്ന എൻ്റെ ഒരു ഉപഹാരമായി. പിന്നെ എനിക്ക് പ്രസിഡന്റിൽ നിന്ന് പ്രവാസി ഭാരതീയ പുരസ്കാരം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, മദ്യത്തിനെതിരെ, പുകവലിക്കെതിരെ, അതുപോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അറബികളെ പോലെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ജനറേഷന് വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഞാനും പ്രൊഫസർ മുതുകാടും അതുപോലെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മറ്റ് മതപണ്ഡിതരും ഇവിടെ കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലും ഞങ്ങൾ മേയിൽ വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ ബോധവൽക്കരണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും, ഇവിടെ വന്ന എല്ലാ സംഘടനകളുടെയും സഹകരണം വേണം. കാരണം മദ്യവും നമ്മൾ ഡൽഹിയിൽ കണ്ട കൂട്ടബലാത്സംഗത്തിന് കാരണം മദ്യമാണ്. അങ്ങനെ ഒരു അവസരം അടുത്ത ജനറേഷനെങ്കിലും മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, അതുപോലെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും 35 വർഷം മുമ്പ് 40 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സ്നേഹമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മാറാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് മദ്യപിക്കാത്ത, പുകവലിക്കാത്ത നല്ലൊരു ജനറേഷൻ, അതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുക. നിങ്ങളൊരു മാതാവോ പിതാവോ ആകുമ്പോഴാണ് നമ്മൾ എത്രമാത്രം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരു മാതാവോ പിതാവോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക. ഞാൻ അമേരിക്കയില് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു അമ്മക്ക് 4 മക്കളുണ്ട്. ആ 4 മക്കളെ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ആ അമ്മയെ മരണം വരെ അവരെ ഭക്ഷണം നൽകാൻ വേണ്ടി ഉള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ മാതാവ് നമ്മെ പ്രസവത്തിന്റെ സമയത്ത്, ഡെലിവറിയുടെ മുമ്പ് എത്രമാത്രം ഇടത്തും വലത്തും കിടന്ന് നമ്മെ എത്രമാത്രം പ്രസവിക്കുന്നതിന് മുമ്പ് എത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ടാണ് അവർ നമ്മളെ പ്രസവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ അവർ പ്രസവ
സമയത്തിന് മുമ്പ് ഡെലിവറിയുടെ ടൈമിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റായി ഒന്ന് പഠിക്കുക. കാരണം അവർ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ പ്രസവ വേദന ഇവിടെ ഉള്ള സ്ത്രീകൾക്കും അതുപോലെ ഓരോരുത്തർക്കും അറിയണം. പിന്നെ എനിക്ക് നൽകിയ ഈ സ്വീകരണത്തിനും അതുപോലെ ഇവിടെ നമ്മുടെ കുവൈറ്റിലെ എല്ലാ സംഘടനകളും ഒന്നിച്ചു നിന്ന് ഹിന്ദുക്കളും മുസ്ലിമും ക്രിസ്ത്യാനിയും വ്യത്യാസമില്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി യു ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വ്യത്യാസമില്ല. എന്നെ ഏറ്റവും വളർത്തിയത് എന്റെ ജിദ്ദയിലെ മലയാളികളാണ്. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ഇത് 2011 ആരും കരയാതിരിക്കാം. കാരണം ചിരിച്ചുകൊണ്ട് ജീവിക്കുക. ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും. എന്നാൽ തന്നെ ചിരിച്ചുകൊണ്ട് മരിച്ചൂടെ? എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും അസ്സലാമു അലൈക്കും. അതുപോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് ജയ് ഹിന്ദ്.